അപ്പൊ രാജീവ് മാസ്റ്റർ ഇങ്ങനെ ഡെമോന് സമ്മതിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് കാണിക്കാം. ജസ്റ്റ് ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ യോഗ ഇങ്ങനെ കാണുമ്പോൾ എന്തൊക്കെയോ ചെയ്യുന്നു, പക്ഷെ ഇതെങ്ങനെ വർക്ക് ആവുമെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മാസ്റ്റർ ഏതാ ചെയ്യാൻ പോണേ? ഓക്കെ, അപ്പൊ മാസ്റ്റർ ചെയ്യാൻ പോകുന്നത് വിപരീത കരണി മുദ്ര. വിപരീത കരണി മുദ്ര ആസനയാണോ മുദ്ര? അല്ല. അല്ല. എന്താണ് വ്യത്യാസം? മുദ്ര എന്ന് പറഞ്ഞാൽ ബ്രെയിനും കൂടി മെയിൻലി നമ്മുടെ തോട്ട്സിനെ ആണ് എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ നിൽക്കുന്ന പോസിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാവും. നമുക്ക് രക്തോട്ടം ഉണ്ടല്ലോ, ബ്ലഡ് സർക്കുലേഷൻ. ഈ ബ്ലഡ് സർക്കുലേഷൻ മുഴുവൻ നമ്മുടെ കാലിൽ നിന്നും ഈ പെൽവിസിൽ നിന്നും എല്ലാം ആ തലയുടെ ഭാഗത്തേക്കാ പോകുന്നത്. അപ്പൊ ഈ ഭാഗത്ത് പൂളിംഗ് ഉണ്ട്. നമ്മുടെ തലച്ചോറിലേക്ക് മാക്സിമം ബ്ലഡ് പൂളിംഗ് ഉണ്ട്. അപ്പൊ ഈ തലച്ചോറിന്റെ ഈ ബേസിലായിട്ടാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞ ഗ്ലാൻഡ് ഉള്ളത്. മുമ്പിലാണ് തൈറോയിഡ് ഗ്ലാൻഡ് ഉള്ളത്. ഈ പിറ്റ്യൂട്ടറി ആണ് LHFSH എന്ന് പറയുന്ന 2 ഹോർമോൺ സെക്രീറ്റ് ചെയ്തിട്ട് അതുവഴി നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ മാക്സിമം അതിലേക്ക് പോകുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് ഉണ്ട്. ഇനി മാസ്റ്റർ നേരെ നിന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തോളാം. അപ്പൊ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാല് LHFSH ഇംപ്രൂവ് ചെയ്യുമ്പോൾ സ്പേം പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യും. അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ടെസ്റ്റോസ്റ്ററോൺ ഇംപ്രൂവ് ചെയ്യും. അപ്പൊ അങ്ങനെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിലും ഇമ്പോർട്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നിൽക്കുന്നത് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റാൻസ് ആണ്. ഹോർമോൺ കറക്ഷൻ മാത്രമല്ല, ആ മെഡിറ്റേറ്റീവ് എഫക്ട് കൊണ്ട് ബ്രെയിൻ ഭയങ്കര റിലാക്സ്ഡ് ആവും. പിന്നെ ഈ തൈറോയിഡ് ഗ്ലാൻഡും ഫെർട്ടിലിറ്റിക്കും ഇതിനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതാണ് വിപരീത കരണി മുദ്ര. ഇനി